वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। हरिः ओम। श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും വിനീത പ്രണാമം. ഹരി ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം പ്രഥമോധ്യായം ചതുർത്ഥ ബ്രാഹ്മണം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പുനരാരംഭിക്കാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. മധുകാണ്ഡം യാജ്ഞവൽക്യ മഹർഷി ആരംഭിക്കുന്നത് ഉപാസനയോടുകൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് മധുകാണ്ഡം എന്നുള്ള പേര് ഞാൻ പറഞ്ഞില്ല, ആരും ചോദിച്ചുമില്ല. സാരില്ല, നമുക്ക് ദ്വിതീയ അധ്യായം എത്തുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തരും. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറയാഞ്ഞത്. പക്ഷെ ആദ്യം ഓരോന്നിങ്ങനെ എഴുതിയില്ലേ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പോലെ ഉള്ളടക്കങ്ങൾ എഴുതിയപ്പോൾ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ വിസ്തരിച്ച് നമ്മൾ ദ്വിതീയ അധ്യായത്തിലെത്തുമ്പം തന്നെ മധുബ്രാഹ്മണം വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ പഠിക്കും. ഇതിന് ഈ മധുകാണ്ഡത്തിൽ മധു എന്ന വാക്കിനാണ് പ്രാധാന്യം. അതായത് 1, 2 അധ്യായങ്ങൾ അടങ്ങിയതാണ് മധുകാണ്ഡം. അതിൽ മധു എന്ന പദത്തിന് യാജ്ഞവൽക്യ മഹർഷി അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് പ്രാധാന്യമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന ഇടത്തെത്തുമ്പോൾ നമുക്ക് പഠിക്കാം. ഇത് തന്നെ ഫോളോ ചെയ്യാം. പ്രഥമോധ്യായം ഉപാസനയോടുകൂടി ആരംഭിച്ചു. അശ്വബ്രാഹ്മണം, അഗ്നിബ്രാഹ്മണം, ഉദ്ഗീത ബ്രാഹ്മണം, പുരുഷവിധ ബ്രാഹ്മണം, അങ്ങനെ ചതുർത്ഥ ബ്രാഹ്മണത്തിൽ നമ്മളെത്തി. ഇവിടെ നമ്മൾ ഉപാസന ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മൾ ഓരോ പദങ്ങളും അന്വയിച്ച് പദം ഛേദിച്ച് വാക്യാർത്ഥം പദാർത്ഥം ഇത്യാദിയിലേക്ക് പോകുന്നില്ല. അതിന് കാരണം എന്തെന്നും നമ്മൾ കണ്ടിരുന്നു. ഈ ഉപാസന നമ്മളെ സംബന്ധിച്ച് ചെയ്യുവാൻ വളരെ പ്രയാസകരമാണ്. അശ്വബ്രാഹ്മണം ആയിക്കോട്ടെ, അല്ലെ അതിന് തുടർച്ചയായിട്ടുള്ള സർവ ബ്രാഹ്മണങ്ങൾ, ഇനി 6 ബ്രാഹ്മണം വരുന്നുണ്ട്. അങ്ങനെ അപ്പോഴാണ് പ്രഥമാധ്യായം തീരുക. ഈ 6 ബ്രാഹ്മണങ്ങളിലും പരാമർശിക്കുന്ന ഉപാസന പ്രായോഗികമായി ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നീട് വന്ന ആചാര്യ പരമ്പര, അത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെയാണ് ഈ പാഠ്യപദ്ധതി പിന്നീട് ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യം എഴുതിയപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മൾക്ക് വേണ്ടി
ഇതിനെ ക്രോഡീകരിച്ച് തന്നിരിക്കുന്നത് ഇത് ചെയ്യുവാൻ അപ്രായോഗികമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഉപാസനയുടെ സത്ത് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മവിദ്യയിലേക്ക് പ്രവേശിക്കൂ. എന്താണ് ഉപാസനയുടെ സത്ത്? നമ്മൾ കണ്ടിരുന്നു. നിഷ്കാമമായി ഉപാസിക്കൂ. ഉപാസനയുടെ ഫലം നമുക്ക് ബ്രഹ്മവിദ്യാ അധികാരപ്രാപ്തി, പിന്നെ മനോവിശാലത ഇത്യാദികൾ നമ്മൾ കണ്ടിരുന്നു. മനോവിശാലതയാണ് ബൃഹദാരണ്യത്തിലെത്തുമ്പോൾ പ്രാധാന്യം. കാരണം നമ്മൾ ബ്രഹ്മവിദ്യ അധികാരികൾ കുറച്ചെങ്കിലും ഉത്തമനല്ലെങ്കിലും മധ്യമനെങ്കിലും ആയതുകൊണ്ടാണ് ബൃഹദാരണ്യം വരെ എത്തുന്നത്, അല്ലാത്തവരെത്തൂല. അപ്പോൾ അവിടെ വരെ എത്തിയ നമ്മൾക്ക് അധികാരത്തിനേക്കാളും പ്രാധാന്യമുള്ള ഫലം മനോവിശാലതയാണ്. മനോവിശാലത എന്തെന്ന് നമ്മൾ കണ്ടിരുന്നു. എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള കണ്ണ് അല്ലെങ്കിൽ ആ കഴിവ്, അതിനെയാണ് മനോവിശാലത എന്ന് നമ്മൾ കണ്ടു. അതിന് എല്ലാറ്റിലും ഈശ്വരനെ കാണാനായി ഇവിടെ ഉദാഹരണമായി ദൃഷ്ടാന്തമായി അശ്വത്തിനെ പറഞ്ഞു, അഗ്നിയെ പറഞ്ഞു, പ്രാണനെ പറഞ്ഞു. ഇനി നാലാമതായിട്ട് പുരുഷനെ, ഈശ്വരനെ പറയുകയാണ് അല്ലേ. നമുക്ക് ഏറ്റവും എന്താ പറയുക, എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരനെ ഇവിടെ ഉപാസിക്കൂ. എങ്ങനെ ഉപാസിക്കണം? സൃഷ്ടികർത്താവെന്നുള്ള പേരിൽ എന്തൊക്കെ ഈ ചരാചരങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സൃഷ്ടികർത്താവ് ഈശ്വരനാണ്. ആ സൃഷ്ടികർത്താവിനെ ഹൃത്യജു സാമ അഥർവണ വേദങ്ങളിൽ വിളിക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ എന്നത്. മായാസഹിത ഈശ്വരൻ. നമ്മൾ ഹിരണ്യഗർഭൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ ഒന്നായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കില്ല, രണ്ടായി മാറി മായയെ സൃഷ്ടിച്ചു. അപ്പോൾ മായാസഹിതനായി. അപ്പോൾ ആ ബ്രഹ്മനെ ഈശ്വരൻ എന്ന പേരുണ്ടായി, അല്ലെങ്കിൽ ബ്രഹ്മാവെന്ന് വിളിക്കുന്നു. ആ പേരാണ് നമുക്ക് സുപരിചിതം. ഇവിടെ ഹിരണ്യഗർഭൻ. ഇപ്പോൾ ഹിരണ്യഗർഭൻ എന്നുള്ള വാക്ക് ഓർക്കാനും അല്ലെങ്കിൽ ആ വാക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു വിട്ടേര് ബ്രഹ്മാവെന്ന് വിളിച്ചോളും. ആരും നമ്മളെ പുറത്താക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഈശ്വരൻ, ബ്രഹ്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ, ഏത് പേരിൽ വിളിച്ചാലും സൃഷ്ടികർത്താവ് ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഈശ്വരനെ സ്തുതിക്കും. എങ്ങനെ സ്തുതിക്കാൻ? ഈ സൃഷ്ടി നടത്തിയതിന് കൃതാർത്ഥതയോടുകൂടി സ്മരിക്കൂ. അതാണ് ഇവിടെ സ്തുതി. അല്ലാണ്ട് നമ്മളോട് ശ്ലോകം ചൊല്ലാനോ മന്ത്രം ചൊല്ലാനോ മറ്റുള്ള രീതിയിലല്ലേ നമ്മൾ സാധാരണ സ്തുതിക്കുക. കീർത്തനങ്ങളിലൂടെ നാമഭജനകളിലൂടെയൊക്കെയാണ് സ്തുതിക്കുക. അതൊന്നും വേണ്ട. ഇവിടെ ഒരു സ്മരണ ഉണ്ടായാൽ മതി എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ഒന്നാമത്തെ മന്ത്രം സ്തുതിയാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ മന്ത്രവും മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ പകുതി വരെ എന്തായിരുന്നു? ഈ ഹിരണ്യഗർഭ സൃഷ്ടിയിൽ ഈശ്വരൻ സൃഷ്ടിച്ചതിൽ എന്തിനെയൊക്കെ സൃഷ്ടിച്ചു അത് ബന്ധനമാണ്. സൃഷ്ടി എന്നത് ബന്ധനമാണ്. നമുക്കറിയാം. നമ്മൾ എത്ര സിൽവർ സ്പൂണിൽ ജനിച്ചാലും അല്ലെങ്കിൽ കീടപതംഗമായി ജനിച്ചാലും ഏത് ചരാചരമായിട്ട് അല്ലെങ്കിൽ തിരിയക്കായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ദേവതയായിക്കോട്ടെ, ഈവൻ ബ്രഹ്മാജി ആയിക്കോട്ടെ, നമ്മൾ കണ്ടിട്ടുണ്ട് ബന്ധനമാണ് ഫലം എന്ന്. അതുകൊണ്ട് എന്താണ് ബന്ധനം അത് നമ്മൾ കാണുകയായിരുന്നു. എഴുതിയെന്ന് വിചാരിക്കുന്നു. അകൃതാർത്ഥത്വം ഏവ ബന്ധനം. ആ വാക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കണം. അകൃതാർത്ഥത്വം. സാധാരണ മനുഷ്യൻ മറന്നു പോകുന്നു. മറ്റ് ജീവചരാചരങ്ങൾക്ക് കുറച്ചുകൂടെ ഉണ്ടെന്നാണ് അവരെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഏറ്റവും കൃതാർത്ഥത ഇല്ലാത്തതാരാണ്? മനുഷ്യനാണ്. അപ്പം അത് മാറണം. എങ്കിലേ എന്തിനു വേണ്ടി ഈ ബന്ധനത്തിന് ഈ ഡെഫിനിഷൻ തന്നു എന്ന് ചിന്തിക്കണം. കാരണം മനോവിശാലതയാണ് ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് ഉറപ്പ് തരുന്നത്. ഞാൻ പറയുന്ന രീതിയിൽ ഉപാസന അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് മനോവിശാലത കിട്ടുമെന്ന് അദ്ദേഹം നമ്മളോട് ആദ്യമേ ഗ്യാരണ്ടി പറഞ്ഞു. അപ്പോൾ എങ്ങനെ മനോവിശാലത കിട്ടും? കൃതാർത്ഥതയിലൂടെ. അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കണേ. എങ്ങനെ മനോവിശാലത കിട്ടും? കൃതാർത്ഥതയിലൂടെ. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ബന്ധനം, അതായത് വീണ്ടും വീണ്ടും പുനർജന്മം. അല്ലേ?
നമ്മൾ വിചാരിക്കും നല്ലതാണ്, ഇനി ജന്മം കിട്ടിയാൽ പ്രശ്നമൊന്നുമില്ലെന്ന്. പക്ഷെ നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ ഇനി അടുത്ത ജനറേഷനിൽ ജനിക്കുക എന്ന് പറയുന്നത് ഭയമാണ്. ഇപ്പം തന്നെ നമുക്ക് ഭയമാണ് പുതിയ തലമുറകളുടെ കാട്ടിക്കൂട്ടൽ. ഇനി അതിൻ്റെ അടുത്ത തലമുറയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സാധനയ്ക്ക് എളുപ്പമല്ല, മറ്റു ഭോഗത്തിന് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇവിടെ കൃതാർത്ഥരാകൂ അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി അത് നമുക്ക് അടുത്തതിലേക്ക് പോകാം. കഹ ബന്ധ ഹേതുഹു, എന്താണ് ബന്ധനത്തിന് കാരണം? ഹേതു എന്ന് വെച്ചാൽ എന്താ? കാരണം. അടുത്തത് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, എന്താണ്? ഇത് തന്നെ, അകൃതാർത്ഥത്വം ഏവ ബന്ധന ഹേതു. അതിൻ്റെ കൂടെ ബന്ധന ഹേതു എന്നും കൂടെ ചേർത്താൽ മതി. എന്താണ് ബന്ധനം എന്ന് പറഞ്ഞു, ബന്ധനത്തിൻ്റെ കാരണവും ഇത് തന്നെ. എന്താണ്? അത് എഴുതിക്കോളൂ. അകൃതാർത്ഥത്വമേവ ബന്ധന ഹേതുഹു. അകൃതാർത്ഥത്വം ഏവ, ഏവ എന്ന് വെച്ചാൽ അത് മാത്രം എന്ന് ഉറപ്പിക്കുക. അതാണ് ഏവകാരം ഉപയോഗിക്കുന്നത്. അകൃതാർത്ഥത്വം ഏവ ബന്ധന ഹേതു. കൃതാർത്ഥതയില്ലായ്മയാണ് എനിക്ക് വീണ്ടും വീണ്ടും. അപ്പം കൃതാർത്ഥത വരുമ്പോൾ കൃതാർത്ഥത അറിയാമല്ലോ അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ്. കൃതാർത്ഥത വരുമ്പോഴെന്താണ്? നമ്മൾ ഈശ്വരനോട് എല്ലാ കാര്യത്തിനും അല്ലെ, എനിക്ക് എഴുതാൻ സാധിക്കുന്നു, പഠിക്കാൻ സാധിക്കുന്നു, ഇതിനുള്ള രുചി തന്നു. അതിനാണ് ഏറ്റവും വലിയ കൃതാർത്ഥത വേണ്ടത് അല്ലേ? എന്തിനുള്ള? ആധ്യാത്മിക വിദ്യയ്ക്കുള്ള രുചി എനിക്കുണ്ടായി. അത് ഏത് പ്രായത്തിലും ആയിക്കോട്ടെ, എനിക്ക് 16 വയസ്സിലുണ്ടായിക്കോട്ടെ, അല്ല 60 വയസ്സിലായിക്കോട്ടെ, അതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. പക്ഷെ എനിക്കിതിനുള്ള രുചി ഉണ്ടാക്കിയല്ലോ, അതിന് കൃതാർത്ഥത. അതിനുശേഷം എന്താണ്? രുചി ഉണ്ടായിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഗുരു എന്നെ തേടി വന്നു, അല്ല ഞാൻ ഗുരുവിനെ തേടി എനിക്ക് ഇത് പഠിക്കാൻ, ബ്രഹ്മവിദ്യ പഠിക്കാനുള്ള രുചി അഭിലാഷകരമാക്കി തന്നല്ലോ അല്ലേ? മനസ്സിലാക്കണം അതൊക്കെ. നമ്മൾ വിചാരിക്കുമോ ഞാൻ വീട്ടിലിരുന്ന് എനിക്കൊരു മൊബൈൽ മതി, അല്ല യൂട്യൂബ് മതി പഠിക്കാനല്ല. അതൊക്കെ ഇപ്പോഴുണ്ടായ സാഹചര്യം, അതൊക്കെ ശരി തന്നെ. നമ്മൾ യൂട്യൂബിൽ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോയാണ് ഉള്ളത്. പക്ഷെ അതിൽ നിന്നും ഞാൻ ആധ്യാത്മിക വിദ്യയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? എനിക്കതിന് രുചിയുള്ളത് കൊണ്ടല്ലേ. ആ രുചി അഭിലാഷകരമാക്കി, അതായത് പൂർത്തീകരിച്ച് തന്നു. എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. അതിൽ കൃതാർത്ഥത. വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള ശ്രവണ സൗകുമാര്യം എന്ന് പറയും അതിന്. ശ്രവണ സൗകുമാര്യം കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതായത് എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തന്നു അല്ലേ? എത്ര കേട്ടാലും ബോറടിക്കാത്ത നിലയിലേക്ക് എന്നെ വളർത്തി. ഇതിനൊക്കെ കൃതാർത്ഥത. കേട്ടത് വീണ്ടും വീണ്ടും ചിന്തിക്കുവാനുള്ള അവസരം അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക, 100 വർഷം മുമ്പാണെങ്കിൽ ജനിച്ചിരുന്നെങ്കിൽ, അല്ലെ 1000 വർഷം മുമ്പായിരുന്നെങ്കിൽ വളരെ പ്രയാസകരമാണ്. ഇപ്പം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നു. അപ്പോൾ സുലഭമായി കിട്ടുന്നത് ഇവിടെ കൃതാർത്ഥതയോടുകൂടി അതിനെയൊക്കെ ഏത് കാര്യം, ഇതിപ്പോൾ ഞാൻ ബ്രഹ്മവിദ്യയുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തന്നു. ആരും എന്നോട് ഇത് പഠിക്കണ്ടെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നില്ല അല്ലേ? അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും. ഇതിനൊക്കെ കൃതാർത്ഥ. അതാണ്. ഇല്ലെങ്കിൽ എന്താണ്? അകൃതാർത്ഥത്വം വീണ്ടും വീണ്ടും ബന്ധനത്തിന് ഹേതു, കാരണമാണ്. എന്താണ് ബന്ധനം? എന്താണ്? വീണ്ടും ഞാൻ താഴേക്കുള്ള അധപതനം അല്ലേ? നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, അധോഗതിക്ക് കാരണം. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിലേക്ക് എത്താൻ പ്രയാസകരമാണ്. അതുകൊണ്ട് കൃതാർത്ഥരാകൂ. അപ്പോൾ നമ്മൾ എന്താണ് ഫലം? കൃതാർത്ഥതയുടെ ഫലം മനോവിശാലത. മനോവിശാലത എന്തിലേക്ക് നയിക്കും? മോക്ഷത്തിലേക്ക്. അതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് എന്താണ്? നമ്മൾ മൂന്നാമത്തെ പോയിന്റ് കണ്ടത് ബന്ധനിവൃത്തി ഉപായ ഉപാസന. ഞാൻ മനസ്സിലാക്കും. അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതാത്തവരൊന്നുകൂടെ എഴുതിക്കോളൂ.
ബന്ധനിവൃത്തി ഉപായ ഉപാസന. യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ബന്ധനം. ശരി ഗുരു, എനിക്ക് മനസ്സിലായി. നമ്മൾ പറയുകയാണ് അല്ല, നമ്മുടെ ആ ഗുരുകുലത്തിലിരിക്കുകയാണ്, അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സദൈവ സൗമ്യ, ഹേ സൗമ്യ, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് മനസ്സിലായത്? ഞങ്ങൾക്ക് ഇതാണ് ബന്ധനം എന്ന് മനസ്സിലായി. ശരി, ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരാം. ഉപായം എന്ന് വെച്ചാൽ എന്താ? സൂത്രം, എളുപ്പവഴി, അല്ലെങ്കിൽ വഴി പറഞ്ഞു തരാം. എന്ത് വഴി? ഈ ബന്ധനത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഉപായം അല്ലേ അത്. ഇനി എന്താണ് ഉപായം എന്നും കൂടെ എഴുതിക്കോളൂ. കൃതാർത്ഥഭാവം, കൃതാർത്ഥഭാവം ബന്ധനിവൃത്തി ഉപായം. അല്ല, ഉപായ എന്നും പറയാം കേട്ടോ. വിസർഗം ഉച്ചരിച്ചാൽ തെറ്റില്ല, മകാരം ഉച്ചരിച്ചാലും തെറ്റില്ല. കൃതാർത്ഥഭാവം ബന്ധനിവൃത്തി ഉപായം, അല്ലെങ്കിൽ ഉപായ. ഇത്രയും മതി. എന്തൊരു എളുപ്പമുള്ള സൂത്രമാണ് പറഞ്ഞു തന്നത്. കൃതാർത്ഥഭാവം, എപ്പോഴും ആ ഭാവം ഉണ്ടായാൽ മതി അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല, വേണ്ട. എപ്പോഴൊക്കെ എനിക്ക് കൃതാർത്ഥതയോടുകൂടി ഈശ്വരനോട് നന്ദി പറയാൻ സാധിക്കുന്നു, അതാണ് ഉപായം. കൃതാർത്ഥഭാവം ബന്ധനിവൃത്തി ഉപായം. അത് പരിശീലിക്ക വേണം എന്നാണ് ഉപാസന. നമ്മൾ കണ്ടല്ലോ, ബന്ധനിവൃത്തി ഉപായ, ഉപാസന പറഞ്ഞു തരിക. എന്താണ് ഉപാസന? എപ്പോഴൊക്കെയാണോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ നന്മകളോട് ഈശ്വരന് നന്ദി പറയുന്നത് അല്ലേ? എന്താണ് ആദ്യത്തെ നന്മ? എനിക്ക് മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചു അല്ലേ? ദിവ്യാംഗനായി ഞാൻ ജനിച്ചില്ല അല്ലേ? അതൊക്കെ എൻ്റെ അംഗങ്ങളൊക്കെ ശ്രേഷ്ഠമാക്കി തന്നു, അതിന് നന്ദി. ഇതൊക്കെയാണ് കൃതാർത്ഥത. പിന്നെ മഹാപുരുഷ സംശ്രയം കിട്ടി, വിവേക ചൂടാമണിയിൽ അല്ലേ? മനുഷ്യത്വം, മുമുഷുത്വം എനിക്കുണ്ടായി. അതായത് ആധ്യാത്മിക രുചി, അത് തന്നെയാണ് മുമുഷുത്വം. അതിനൊക്കെ കൃതാർത്ഥത. ആ ഭാവം ആണ് ഉപായം എന്ന് പറയുകയാണ്. ആ ഉപാസന ചെയ്യൂ. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നിത്യേന ഒരു മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ് എനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞാൽ അത് ഉപാസനയായി എന്ന് പറഞ്ഞുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് ചതുർത്ഥ ബ്രാഹ്മണത്തിൽ ഉപാസന പറഞ്ഞു തരികയാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് മന്ത്രം 3ൻ്റെ ബാക്കി അല്ലേ? മന്ത്രം 3 നമ്മൾ 2ആയിട്ട് പറഞ്ഞു. എന്താണ് ഈ 3 പോയിന്റ്? കഹ ബന്ധഃ, കഹ ബന്ധനം, കഹ ബന്ധനഹേതുഃ, ഉപാസന, അത് പറഞ്ഞു വന്നു. ബന്ധ നിവൃത്തി ഉപായ ഉപാസന എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി പറയുകയാണ്. അതായത് ഈ ഉപായം പറഞ്ഞതിന് ശേഷം മന്ത്രം 3ൻ്റെ അവസാനം യാജ്ഞവൽക്യ മഹർഷി ഒറ്റ കാര്യം പറയുന്നു. അല്ലയോ സാധകരെ, യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, അതും വേണ്ടവരെഴുതിക്കോളൂ. എന്താണ് സംസാരമെന്ന്? സംസാരത്തിൻ്റെ ഡെഫിനിഷൻ, സംസാര നിർവചനം, അതാണ് മന്ത്രം 3.5. ബാക്കി 3ാമത്തെ മന്ത്രത്തിൻ്റെ ബാക്കി ചുരുക്കി പറയുകയാണ് കേട്ടോ. എന്താണ് സംസാരം? സംസാര നിർവചനം അല്ലെ കഹ സംസാര. കഹ സംസാരം എന്ന് വെച്ചാൽ എന്താണ്? കഹ എന്ന് വെച്ചാൽ എന്ത്, വാട്ട് എന്നുള്ള അർത്ഥം. കഹ സംസാര, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയാം സംസാര നിർവചനം. നിർവചനം എന്താണ്? ഡെഫിനിഷൻ. സംസാര നിർവചനം എന്താണ്?
ആ നിർവചനവും യാജ്ഞവൽക്യ മഹർഷി നമ്മളെ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഉപാസനയൊന്നും അല്ല കേട്ടോ. മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ പകുതി കൊണ്ട് അദ്ദേഹം ഉപാസന പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി പകുതി ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് സംസാരം? നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷെ അദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. എഴുതിക്കോളൂ. കർത്തൃത്വ, ബാക്കി ഇപ്പം നിങ്ങൾക്ക് ബാക്കി എഴുതാൻ പറ്റൂ. കർത്തൃത്വ ഭോക്തൃത്വ ഭാവം ഏവ സംസാരഃ. കർത്തൃത്വ ഭോക്തൃത്വ ഭാവം ഏവ സംസാരഃ. മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? ഞാനെന്നും എൻ്റേതെന്നുള്ള മാത്രമായ ഭാവം. മാത്രകാരമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ഞാൻ എൻ്റേത് എന്നുള്ള മാത്ര, അതാണ് ഏവ. കർത്തൃത്വ ഭോക്തൃത്വ ഭാവം ഏവ സംസാരഃ. അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ഉപാസനയുടെ അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷേ അദ്ദേഹം നമ്മൾക്ക് ഒരു വാണിംഗ് തരികയാണ്. ഈ ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തോടെ ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുകയാണ് നമ്മളോട്. ചെയ്താൽ അത് വീണ്ടും വീണ്ടും സംസാരം പുനർജന്മം അല്ലേ? പുനർജന്മം ഉണ്ടാക്കി തരും. ഞാൻ എന്ത് ചെയ്യും? ഇപ്പം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നിങ്ങൾ അമ്മമാരാണ് കൂടുതൽ അല്ലേ? എല്ലാവരും പറയും നല്ലതാണ്. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഭാവം? ഞാനല്ല, ഇത് ഈശ്വരൻ എനിക്ക് എൻ്റെ എന്താ പറയുക, എനിക്ക് ആവശ്യമുള്ള ഗ്യാസ് തന്ന്, പച്ചക്കറികൾ എല്ലാം നല്ലത് തന്ന് അല്ലേ? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് നന്നായി. അതുകൊണ്ട് മറ്റുള്ളവരുടെ രസനേന്ദ്രിയത്തിൽ ഭഗവാൻ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ രസനേന്ദ്രിയത്തിന് എൻ്റെ കറി ആസ്വദിക്കാൻ സാധിച്ചു. ഭഗവാനെ അതിന് നന്ദി. ഒരു ചെറിയ നിത്യജീവിതത്തിലെ ഉദാഹരണം ഞാൻ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തും ആയിക്കോട്ടെ. അങ്ങനെ അതായത് എന്ത് ചെയ്യുമ്പോഴും ഞാനെന്ന് എൻ്റേതെന്നുള്ള ഭാവം എപ്പോഴൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ ആ ഒഴിവാക്കൽ ഉപാസനയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷി എന്തിനു വേണ്ടി ഉപാസന പറയുന്നു എന്ന് വെച്ചാൽ, നമ്മളൊരു ചട്ടക്കൂടിലായിരുന്നു ഇത്രയും കാലം. കണ്ണടച്ചിരുന്ന് ധ്യാനിക്കണം അല്ലേ? ക്ഷേത്ര ദർശനം ചെയ്യണം അല്ലേ? മറ്റുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കണം, തീർത്ഥാടനം ചെയ്യണം, ജപം ചെയ്യണം. ഇത്ര 1008 ഒരു ചെയ്താൽ മാത്രമേ എനിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള ഹോമയാഗാദികൾ ചെയ്താൽ മാത്രമേ, അങ്ങനെ ഒരു ചട്ടക്കൂടിൽ സമൂഹത്തിലാണ് നമ്മൾ. അതിനെ അദ്ദേഹം മറിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഇതൊന്നും ഉപാസന ആയിട്ട് നിങ്ങൾ ഇനി എടുക്കരുത്. തുടക്കത്തിൽ അതൊക്കെ വേണം, ഒരു ചിട്ട വേണം ഇല്ല? രാവിലെ എഴുന്നേൽക്കുക, ഇത് ചെയ്യുക, സഹസ്രനാമം ചൊല്ലുക, അതൊരു തുടക്കക്കാർക്ക് അതൊക്കെ വേണം. ബൃഹദാരണ്യത്തിലെത്തുമ്പോൾ എന്താണ്? അതൊന്നും മാത്രമല്ല ഉപാസന. ഓരോ ശ്വാസത്തിലും ഉപാസന നടത്താം. അത് പഠിപ്പിച്ചു തരാനായിട്ടാണ് ഇത്യാദി പൊടിക്കൈകൾ പറഞ്ഞു തരുന്നത്. നമുക്ക് എപ്പോൾ വേണേലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ? അദ്ദേഹം ഒരു തലയ്ക്കൊരു അടി തരികയാണ്. എന്താണ്? ഇല്ലെങ്കിൽ ഞാൻ എൻ്റേതെന്നുള്ള ചിന്തിച്ചാൽ എന്താണ്? സംസാരം. നമ്മൾ പല സന്ദർഭങ്ങളിലും പഠിച്ചതാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി ഇത്രയും നമ്മൾ 3 മന്ത്രം കഴിഞ്ഞു അല്ലേ? 4ാമത്തെ മന്ത്രം എഴുതിക്കോളൂ. 4ാമത്തെ മന്ത്രസാരം. 4ാമത്തെ മന്ത്രം മനുഷ്യ തിര്യക് സൃഷ്ടി. മനുഷ്യ സൃഷ്ടി തിര്യക്. തിര്യക് എന്താണ്? നാൽക്കാലികൾ. മനുഷ്യൻ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. മനുഷ്യ തിര്യക് സൃഷ്ടി, അതാണ് 4ാമത്തെ മന്ത്രത്തിൻ്റെ സാരം. അതായത് നമ്മളോട് പറയുകയാണ്, ആരെക്കുറിച്ചാണോ സ്തുതിക്കാൻ ഞാൻ പറഞ്ഞത്, ഹിരണ്യഗർഭൻ അല്ലെ ഈശ്വരൻ, ആ ഈശ്വരനാണ് മനുഷ്യനെയും തിര്യക്കിനെയും സൃഷ്ടിച്ചത്. എന്തിന് ഇതെങ്ങനെ ഉപാസനയാകും അല്ലേ? ചിന്തിക്കണേ. മനുഷ്യ തിര്യ സൃഷ്ടി ചിന്തിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉപാസനയാകും? അവിടെ ചിന്തിക്കേണ്ടത്, യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഞാനാകുന്ന മനുഷ്യനെയും ഞാൻ ഈ കാണുന്ന മറ്റു മനുഷ്യ ജീവരാശിയെയും
ഞാൻ ഈ കാണുന്ന സർവ തിര്യക്കിനെയും സൃഷ്ടിച്ചത് എന്നെ സൃഷ്ടിച്ച അതേ ഈശ്വരനാണ്. അതുകൊണ്ട് അവരിൽ ഭേദബുദ്ധി അരുതേ. മനസ്സിലാക്കണേ. എന്താണ്? എന്നെയും എന്നോടൊപ്പമുള്ള മനുഷ്യ ജീവരാശികൾ, അതെൻ്റെ മക്കളായിക്കോട്ടെ ശത്രുക്കളായിക്കോട്ടെ, എല്ലാ മനുഷ്യ ജീവരാശികളെയും, പിന്നെ ഞാൻ ഈ കാണുന്ന തിര്യക്കുകളെയും പശുപക്ഷ്യാദികളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന എന്നെ സൃഷ്ടിച്ച അതേ ആള് തന്നെ. എൻ്റെ പിതൃത്വം ആർക്കാണോ? ഈശ്വരൻ അല്ലേ? സർവത്തിൻ്റെയും പിതാവ് ഈശ്വരന്. അതേ ആള് തന്നെയാണ് ഞാൻ ഈ കാണുന്ന സർവ്വതിനെയും സൃഷ്ടി. അപ്പോൾ എന്താണ്? നമ്മൾ മനോവിശാലത വരികയാണ് അല്ലേ? മനസ്സിലാക്കണേ. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചതും തിര്യക്കുകളെയും സൃഷ്ടിച്ചതും ഒരേ ഒരാളാണെന്ന് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഉപാസിക്കാൻ പറയുക, ചിന്തിക്കാൻ പറയുകയാണ്. അപ്പോൾ എന്താ ഫലം? മനോവിശാലത, എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള ഭാവം. അതാണ് 4ാമത്തെ മന്ത്രം, മനുഷ്യ തിര്യക് സൃഷ്ടി. ഇനി 5ാമത്തെ മന്ത്രം ഹിരണ്യ ഗർഭഃ ഏവ സൃഷ്ടികർത്ത. അതാണ് 5ാമത്തെ മന്ത്രം. ആരെയാണോ 1ാം മന്ത്രത്തിൽ സ്തുതിച്ച അതേ ഹിരണ്യഗർഭനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക. ഇപ്പം നമ്മൾ ആദ്യം മനുഷ്യനെ കാണാൻ പറഞ്ഞു, നാൽക്കാലികളെ കാണാൻ പറഞ്ഞു. ഇനി അല്ലാത്തവയുണ്ടല്ലോ, അവയുടെയൊക്കെ സൃഷ്ടികർത്താവ്. പറയാത്തത് യാജ്ഞവൽക്യ മഹർഷി എന്തിനെയൊക്കെ മുമ്പ് പറഞ്ഞില്ലയോ അവയൊക്കെ, കീടപതംഗങ്ങൾ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് സൃഷ്ടികർത്താ. സൃഷ്ടികർത്താവ് എന്ന് വെച്ചാൽ സൃഷ്ടിച്ചവൻ. ആരാണ്? ഹിരണ്യഗർഭ, അതായത് ഈശ്വര. ഹിരണ്യഗർഭൻ എന്ന വാക്ക് പരിചയമില്ലാത്തവർ ഈശ്വരൻ എന്ന് തന്നെ എഴുതിക്കോളും, ഒരു തെറ്റുമില്ല. അല്ലെ? ബ്രഹ്മാവ്. ബ്രഹ്മാവ് ആരാണ്? ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നാമം, ടൈറ്റിലാണല്ലേ ബ്രഹ്മ എന്നുള്ള. അതാണ് 5ാമത്തെ മന്ത്രത്തിൻ്റെ സാരം. ഈ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എഴുതാമല്ലോ അല്ലേ? 6ാമത്തെ മന്ത്രം. അമ്മ 5ാമത്തെ മന്ത്രത്തിന്റെ ഹിരണ്യഗർഭഃ ഏവ സൃഷ്ടികർത്ത. ഹിരണ്യഗർഭനാകുന്നു സർവ സൃഷ്ടികർത്ത എന്ന് എഴുതിക്കോ കേട്ടോ, എളുപ്പത്തിന്. സർവ മനസ്സിലാക്കാൻ വേണ്ടി. സർവ സൃഷ്ടികർത്ത. ഹിരണ്യഗർഭഃ ഏവ സർവ സൃഷ്ടികർത്ത. ഹിരണ്യഗർഭനാകുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്നത് എന്ന് 5ാമത്തെ മന്ത്രത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തൽ എന്തിനാണ്? എന്നെയും സർവ്വ ജീവജരാചരങ്ങളെയും ഒന്നായി കാണാൻ വേണ്ടിയാണ് ആ ഓർമ്മപ്പെടുത്തൽ. അതാണ് 5ാമത്തെ മന്ത്രത്തിൻ്റെ സാരം. ആ ഓർമ്മിച്ചാൽ ഉപാസനയായി. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വീട്ടിലൊരു പക്ഷി വരികയാണ്, അല്ല കാക്ക വരിക, അപ്പോഴേ എന്താണ്? പൂച്ച വരിക, ഓടിച്ചു വിടുക ആളുകൾ. അപ്പോൾ നമ്മളുടെ മനസ്സിനെ മാറ്റിമറിക്കുകയാണ്. എന്താണ്? അതിനെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ്. നമുക്ക് എല്ലാറ്റിനോടും അനുകമ്പ ഉണ്ടാക്കി തരികയാണ് അല്ലേ? അതാണ് 5ാമത്. ഇനി 6ാമത്തെ മന്ത്രം എഴുതിക്കോളൂ. 6ാമത്തെ മന്ത്രം ദേവസൃഷ്ടി. ദേവെന്ന് വെച്ചാൽ ദേവത. ദേവതാ സൃഷ്ടി. ഓഷധി സൃഷ്ടി. ഓഷധി എന്താണ്? ചെടികളും മരങ്ങളും ഒക്കെ അല്ല, ഓഷധികൾ. ദേവതാ സൃഷ്ടി, ഓഷധി സൃഷ്ടി. ദേവതകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓഷധികൾ. അന്നാദം, നമ്മൾ കഴിക്കുന്നത് ചെടികളും സർവറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്
ആ ഹിരണ്യഗർഭനാണ്, അല്ലെ ഈശ്വരനാകുന്നു. അതും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ചെടി കാണുമ്പോഴും അല്ലെ നമ്മൾ ദേവതകളെ സ്തുതിക്കുമ്പോഴും ഏത് സന്ദർഭത്തിലാണെങ്കിലും നമുക്ക് സാധിക്കുന്ന സമയത്ത് എന്താണ് ഇത് ഓർക്കണം. പിന്നെ ഞാനൊരു ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, അന്നം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ അന്നരൂപത്തിൽ ആ ഓഷധിയിലുള്ളത് കൊണ്ടാണ്. എനിക്കത് ആഹരിക്കാൻ സാധിക്കുന്നത് എന്നിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ്. ഞാൻ ജഡമായി കിടന്ന ആഹാരം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, എത്ര വൈവിധ്യമായിട്ടാണ് ഭഗവാന്റെ രൂപം. ഒരു മുളകിലായിക്കോട്ടെ, അല്ലെ ഒരു വെണ്ടയിലായിക്കോട്ടെ, ഒരു റോസിലായിക്കോട്ടെ, അല്ലെ വലിയ അശ്വത്ഥ വൃക്ഷത്തിലായിക്കോട്ടെ, ഏതിലും ഭഗവാൻ അതിലുള്ളത് കൊണ്ടാണ് അതിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പം ആരാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? ഈശ്വരൻ. ഇത്രയേ ഉള്ളൂ. 84 ലക്ഷം തരം സ്പീഷീസുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു ശ്ലോകമൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അത്രയും വിവിധങ്ങളായവയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാളാണ്. ആ ഏകഭാവം എന്താ എനിക്ക് ഉണ്ടാക്കി തരുന്നത്? മനോവിശാലത. അതാണ് 6ാമത്തെ മന്ത്രം. ഇനി അടുത്തത് എഴുതാം അല്ലേ? മുഴുവൻ എഴുത്താണ്. മുഴുവൻ എഴുത്താണ്. നിങ്ങൾ ക്ഷമിക്കുക, എന്നോട് അല്ലാണ്ടൊന്നും പറയാനില്ല. അടുത്തത് എഴുതിക്കോളൂ. 7ാമത്തെ മന്ത്രം. 7ാമത്തെ മന്ത്രം മന്ത്രം 7. സംസാര വർണ്ണന. സംസാര വർണ്ണന. സംസാര വർണ്ണന. അതായത് ഈ 6 മന്ത്രങ്ങൾ വരെ ഞാൻ നിങ്ങളോട് പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനിയും നിങ്ങൾ ഇതുപോലെ ഞാൻ തളിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സംസാരമായിരിക്കുന്നു. ഓർമ്മിപ്പിക്കുകയാണ്. 7ാമത്തെ മന്ത്രം ഉപാസനയല്ല, ഓർമ്മപ്പെടുത്തലാണ്. 1 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ ഞാൻ വിവിധങ്ങളായ ഉപാസന പറഞ്ഞു. അല്ലെങ്കിൽ ചുരുക്കി പറയാം, 1 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ ഈശ്വരനാണ് സർവ്വത്തിനെയും സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കും. ആ ഉപാസന പറഞ്ഞു. അതല്ല, ഞാനൊന്നും എൻ്റേതെന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഇത്രയൊക്കെ കേട്ടിട്ടും നമ്മൾ പോകുന്നത് എങ്കിൽ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് വാണിംഗ് തരികയാണ്. എന്താണ് ചതാവനി? എന്താണ് വാണിംഗ്? നമുക്ക് വീണ്ടും വീണ്ടും സംസാരം. അതാണ് സംസാര വർണ്ണന. വർണ്ണിക്കുകയാണ് അവിടെ. എന്താണ് വർണ്ണന? എന്തായിരിക്കും? പുനരഭിജനനം, പുനരഭിമരണം, ജഠരേശയൻ. ഇത്രയേ ഉള്ളൂ സംസാരം. അത് ഭഗവത്പാദർ 4 വരികളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് സംസാരം. അതാണ് 7ാമത്തെ മന്ത്രം. എന്താണ്? സംസാര വർണ്ണന. പക്ഷെ അത് ചിന്തിക്കണം. എന്തുകൊണ്ട് ഇവിടെ സംസാരം പറയുന്നു? അല്ലെങ്കിൽ 1 മുതൽ 6 മന്ത്രം വിട്ടേരെ. അശ്വബ്രാഹ്മണം മുതൽ ഇത്രയും പറഞ്ഞ ഉപാസനകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യണം. ഇതില്ലെങ്കിൽ ഉപാസന ഇല്ലാണ്ട് രക്ഷയില്ല. എന്താണ് ഫലം? മനോവിശാലത ഉണ്ടാവില്ല, അധികാരത്വം കുറഞ്ഞു വരും. ഉപാസന ഉപേക്ഷിച്ചാൽ ഇപ്പോൾ വീണ്ടും വീണ്ടും ദുഃഖം. അതാണ് അദ്ദേഹം പറഞ്ഞത് 7ാമത്തെ മന്ത്രത്തിൽ. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. ഇനിയുണ്ട്, ഒരുപാട് എഴുതാനുണ്ട് എനിക്ക്. അതുകൊണ്ട് അടുത്തത് പറയാൻ മടിയാണ്. ഇതുവരെ പറഞ്ഞതിൽ നിങ്ങളെല്ലാം എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അരമണിക്കൂറായി എഴുതിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം എന്ന് വെച്ചാൽ എഴുതാൻ വിട്ടുപോയതുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം.
അമ്മേ ആ നാലാമത്തെ ഒന്ന് പറയുമോ please? 4. ആ നാലാമത്തെ എന്താണ്? മനുഷ്യ തിര്യക് സൃഷ്ടി. തിര്യക്ക് എന്ത് മനുഷ്യ തിര്യക്ക് 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 എന്ന് വെച്ചാൽ നാൽക്കാലി എന്നാണ് അർത്ഥം. അമ്മ ആറാമത്തെ ഒന്ന് പറയോ? ആറാമത്തെ ദേവതാ ഓഷധി സൃഷ്ടി. ദേവതാ സൃഷ്ടി കോമ ഓഷധി സൃഷ്ടി. അറിയാമോ? ആ ആ, നമുക്ക് അടുത്തത് എഴുതാൻ തയ്യാറാണോ? നിങ്ങളുടെ കൈ കഴച്ചോ? ഇല്ല 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 ഇല്ല, നമുക്ക് അടുത്ത എഴുതാം. മന്ത്രം 8 എഴുതിക്കോളൂ. മന്ത്രം 8. അദ്ദേഹം മന്ത്രം 8 പറയുന്നത് എഴുതിയോ? മന്ത്രം 8. ആ ആ 7 എന്താണ്? സംസാര വർണ്ണന. ഏകം ഭവന്തി എന്ന് വായിച്ചു. സർവ ഏകം ഭവന്തി. ആ ഒരു പോയിന്റ് അമ്മ പറഞ്ഞില്ലല്ലോ. സർവം എവിടെയാണ് വായിച്ചത്? സംസാര വർണ്ണനയില് അവസാനം സർവവിജ്ഞാനേന ഏകവിജ്ഞാനേന സർവവിജ്ഞാനം ഭവതി, അതാണോ വായിച്ചേ? സർവ ഏകം ഭവന്തി തദേതത് പദനീയമസ്യ സർവസ്യ. അത് നമ്മൾ ദ്വിതീയ അധ്യായത്തിൽ പഠിക്കും കേട്ടോ. അതായത് ഏകവിജ്ഞാനേന സർവവിജ്ഞാനം ഭവതി, അതാണ് അവിടെ പറയുന്നത് യാജ്ഞവൽക്യ മഹർഷി. അതായത് ആത്മാ ഇത്യേവ ഉപാസീത, ആത്മാ ഇത്യേവ ഉപനീയം ഇത്യാദി മന്ത്രങ്ങളല്ലേ. ഓരോ മന്ത്രത്തിൽ അങ്ങ് വായിച്ചതാണോ? 7ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണോ പറയുന്നത്? ഹരിയോ ആ ആ അവിടെ സംസാര വർണ്ണനയ്ക്ക് ശേഷം അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിജ്ഞാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിവിടെ ഞാൻ പറയാഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതേ കാര്യം ദ്വിതീയ അധ്യായത്തിൽ പഠിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. അത് വിട്ടേര്, ഞാൻ പറഞ്ഞോളാം കേട്ടോ. മധുകാണ്ഡം ദ്വിതീയ അധ്യായത്തിലെത്തുമ്പോൾ വിദ്യാസൂത്രം പഠിക്കും. വിദ്യാസൂത്രമാണ് ഇപ്പോൾ പറഞ്ഞത് എന്നോട്, അല്ലേ? ആരും വിഷമിക്കണ്ട, ബിലീവ് ഇൻ മീ, നിങ്ങൾ വിശ്വസിക്കുക തന്നെ. നമ്മൾ ദ്വിതീയ അധ്യായത്തിൽ പഠിക്കും. ഇപ്പോഴും ഉപാസന ആയതുകൊണ്ട് ഉപാസന പ്രാധാന്യം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ബ്രഹ്മവിദ്യയിലേക്ക് എത്തുമ്പോൾ ഉപാസനയുടെ ഫലം നമ്മൾ വിദ്യാസൂത്ര രൂപത്തിൽ പഠിക്കും. അപ്പോഴെത്തുമ്പോൾ ഞാൻ വിസ്തരിച്ച് പറയാം. ഇത് മന്ത്ര 7 ഇത് മാത്രം എഴുതിയാൽ മതി. സംസാര വർണ്ണന. എല്ലാവർക്കും എന്നെ വിശ്വാസം ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ട് അടുത്തതിലേക്ക് പോകാം. അടുത്തത് എന്നാലും ചോദിച്ചല്ലോ, ചോദിക്കുന്നതാണ് സന്തോഷം. കാരണം ശ്രദ്ധയുണ്ടതുകൊണ്ടാണ് ചോദിക്കാൻ സാധിക്കുന്നത്. വളരെ സന്തോഷം. അടുത്തത് മന്ത്രം 8. മന്ത്രം 8 യാജ്ഞവൽക്യ മഹർഷി നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം എഴുതിക്കോളൂ, ഉത്തരം നമുക്ക് നാളെ പഠിക്കാം. എന്തിനാണ് ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം നേടേണ്ടത്? അതാണ് ചോദ്യം. അദ്ദേഹം തന്നെ ചോദ്യം ചോദിക്കുകയാണ്. ഉപാസന ഇത്രയും ചെയ്യാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഉപാസന ചെയ്തു എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആ ഉപാസനയിലൂടെ നമ്മൾ കുറച്ച് ചിത്തശുദ്ധരൊക്കെ ആയി, മൈൻഡൊക്കെ ക്ലിയറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്ലിയറായ മൈൻഡിലേക്ക് അദ്ദേഹം ഒരു ചോദ്യം നമ്മൾക്ക് ഉന്നയിക്കുകയാണ്, മനനത്തിന് വേണ്ടി, അല്ലേ? ഇനിയുള്ള പ്രസ്ഥാനത്രയും നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാം ഇങ്ങനെയാണ്. അത് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്താണ് ചോദ്യം? എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഉപാസന വളരെ പ്രാധാന്യമാണ്, കൃതാർത്ഥഭാവം വളരെ പ്രാധാന്യമാണെന്നൊക്കെ പറഞ്ഞല്ലോ.
ഇപ്പോൾ ഉപാസനയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് വന്നത്? ഉപാസന ചെയ്യാൻ, ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടിയാണ് വന്നത് അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം നേടേണ്ടത്? അദ്ദേഹം നമ്മളോട് ചോദ്യം, അതാണ് മന്ത്രം 8 ചോദ്യമാണ്. എന്തിനാണ് ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം നേടേണ്ടത്? ആത്മ പൂർണ്ണജ്ഞാനം സംസ്കൃതത്തിൽ പറയാം വേണ്ടവർ. കഹ ആവശ്യഃ, കഹ ആവശ്യഃ. ആത്മപൂർണ്ണജ്ഞാനം കഹ, അല്ലെ ബ്രഹ്മപൂർണ്ണജ്ഞാനം, ബ്രഹ്മനെക്കുറിച്ചുള്ള, ആത്മാവ് ബ്രഹ്മനും ഒന്ന് തന്നെയാണല്ലോ അല്ലേ? ആത്മപൂർണ്ണജ്ഞാനം കഹ, കഹ എന്ന് വെച്ചാൽ കാ എഴുതിയിട്ട് വിസർഗം ഇടുക. കഹ ആവശ്യകഃ, ആവശ്യകഃ അവിടെയും വിസർഗമാണ്, ആവശ്യകഃ. നമ്മൾ ഇത്രയും എന്തിനു വേണ്ടിയാണ്? പൂർണ്ണജ്ഞാനത്തിൻ്റെ ആവശ്യം എന്താണ്? കാരണം അദ്ദേഹം തന്നെ ചോദ്യം ചോദിച്ചു, അദ്ദേഹം തന്നെ ഇനി ഉത്തരം പറയും. ഉത്തരം പറയുമ്പോൾ എന്തിനു വേണ്ടി? നമ്മൾക്ക് പൂർണ്ണജ്ഞാനം വേണമെന്നുള്ള ആ ക്യൂരിയോസിറ്റി വളർത്താനായിട്ട്. നമ്മൾ വിചാരിക്കും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രയും പ്രായമായി, അല്ലെങ്കിൽ ഞാൻ സംസ്കൃതം, എന്നോട് ചില അമ്മമാർ പറയണതാണ്, സങ്കടം വരും അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ, ഞാൻ സംസ്കൃതമൊന്നും ചെറുപ്പത്തിൽ പഠിച്ചില്ല. വേണ്ട, ഇത്രയും എത്തിച്ചല്ലോ ഭഗവാൻ, എന്തിനാ കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയുന്നത്? ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മളിലുള്ള ആ ദ്വൈതഭാവത്തെ യാജ്ഞവൽക്യ മഹർഷി മാറ്റിത്തരാൻ വേണ്ടി അദ്ദേഹം തന്നെ ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം തന്നെ ഉത്തരം പറയും. ആ ഉത്തരം നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.